ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിൽ ഇപ്പം അനീഷും ഷാനവാസും തമ്മിൽ മുട്ടനടിയായിരുന്നു. കാരണം പെർഫോമൻസ് ബേസ് ചെയ്ത് എല്ലാവർക്കും അവരുടെ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പരസ്പരം കോയിൻ കൈമാറാം എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം അനീഷ് വന്ന് അനീഷിൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ മിക്കവരും കോയിൻ കൊടുത്ത് അങ്ങനെ 8 കോയിൻ അനീഷിന് കിട്ടി. പക്ഷേ ഷാനവാസ് മാത്രം കോയിൻ കൊടുത്തില്ല, ആദിലയും കൊടുത്തില്ല. പിന്നെ ഷാനവാസ് വന്ന് ഷാനവാസിൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനീഷ് ഒരു കോയിൻ കൊണ്ട് കൊടുത്തിട്ട് അനീഷ് പറഞ്ഞു, ഞാൻ നിനക്കൊരു കോയിൻ തരുവാണ്, പക്ഷേ നിന്നിൽ നിന്ന് ഞാനൊരു കോയിൻ പ്രതീക്ഷിച്ച് നീ പക്ഷേ എനിക്കത് തന്നില്ല. കാരണം ഷാനവാസ്, നീ ഒരാളെ അംഗീകരിക്കാൻ പഠിക്കണം, അയാളുടെ അഭിനയത്തെ നീ വിലയിരുത്തണം. നീ അഭിനയിക്കുന്ന ഒരാളല്ലേ, ഒരു നല്ലൊരു നടനല്ലേ, എന്നിട്ട് നീ എൻ്റെ കഥാപാത്രത്തെ നീ അവഗണിച്ചല്ലോ നീ. അപ്പം നീ ഒരു നല്ല നടനാണോ എന്നൊക്കെ അനീഷ് ചോദിക്കുവാണ്. ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ എൻ്റെ കഥാപാത്രം നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഞാൻ അവതരിപ്പിച്ചത് എന്നൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഷാനവാസ് പറഞ്ഞ്, ഞാൻ നിനക്ക് കോയിൻ തരാഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞപ്പോൾ അനീഷ് പറഞ്ഞു, എനിക്കൊന്നും കേൾക്കണ്ട, നീ വിസ്തരിക്കാനും വിവരിക്കാനൊന്നും നിൽക്കണ്ട, നിൻ്റെ എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് ലിവിങ് ഏരിയയിൽ നിന്നും അനീഷ് അങ്ങ് പോവുകയാണ്. അപ്പോൾ ആദില വിളിക്കുന്നുണ്ട്, ഇവിടെ വന്നിരിക്കുക, ക്യാപ്റ്റൻ ആയതുകൊണ്ട്. അപ്പോൾ ആദില വിളിച്ചപ്പോൾ അനീഷിന് ഒന്നും കൂടെ ദേഷ്യമായി, ആദിലായും കൊടുത്തില്ലല്ലോ. അപ്പം അനീഷ് പറയുന്നുണ്ട്, പെങ്ങൾ കൂട്ടി കളിക്കുവാണ് ഇവിടെ, ഷാനവാസിനോട് ഗ്രൂപ്പ് ചേർന്ന് രണ്ടുപേരും കൂടെ ചേർന്നിട്ട് മനഃപൂർവ്വം കൊടുക്കാഞ്ഞതാണെന്നാണ് അനീഷ് പറയുന്നത്. കാരണം നൂറ കൊടുത്ത്, അതുകൊണ്ട് പെങ്ങൾ കുട്ടിയൊക്കെ നിങ്ങൾ ഇവിടെ കളിച്ച് നിങ്ങൾ തന്നെ അങ്ങനെ ജീവിക്കുക എന്ന് പറഞ്ഞ് അനീഷ് ദേഷ്യപ്പെടും. അപ്പോൾ ഷാനവാസ് പറഞ്ഞ്, ഇവിടെ വന്നിരുന്നോ, ഞാൻ കാര്യം പറയുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ വീണ്ടും അനീഷ് ലിവിങ് ഏരിയയിൽ വന്നിരിക്കുന്നു. പിന്നെ ഷാനവാസ് അതിനെക്കുറിച്ച് പറയാൻ പോയില്ല. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ.